എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറയുന്നേ. സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ ദേവാ. സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതയാമത്തിങ്കിൽ, വിശുദ്ധ ശബത്തിന്റെ അനുഭവത്തിങ്കിൽ, ഈ പ്രഭാത ജാരണത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കൃപയൊരുക്കിയ ദൈവത്തെ അതിയായി സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം. ഏവർക്കും വിശുദ്ധ ശബത്തിന്റെ ആശംസകൾ നേരുകയാണ്. ഇന്നത്തെ ചിന്താവിഷയം ഒരു സ്വർഗീയ സമൂഹം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. ഇതിന് മനഃപ്പാഠവാക്യം പ്രവൃത്തിയുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാമത്തെ വാക്യമാണ് ചിന്താശലകമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. എക്സ്ക്ലൂസീവ് ക്ലബുകളിൽ അല്ലെങ്കിൽ സിഗ്നേച്ചർ ക്ലബുകളിൽ, റിസോർട്ടുകളിൽ അംഗത്വം എടുക്കാൻ എപ്പോഴെങ്കിലും നാം ആഗ്രഹിച്ചിട്ടുണ്ടോ? അപ്രകാരം ആ റിസോർട്ടുകളിൽ അല്ലെങ്കിൽ സിഗ്നേച്ചർ ക്ലബുകളിൽ അംഗത്വം എടുക്കണമെങ്കിൽ ഒരു പ്രവേശന ഫീസ് അവിടെ നൽകേണ്ടതായിട്ടുണ്ട്. അവർക്ക് ചില മാനദണ്ഡങ്ങൾ നാം അവിടെ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സിഗ്നേച്ചർ ക്ലബ്ബ് ഏതാണെന്ന് നാം പരിശോധിക്കുമ്പോൾ കോളറോയിഡിലുള്ള വെയിൽ മൗണ്ടൻ റിസോർട്ട് സിഗ്നേച്ചർ ക്ലബ്ബാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്തരത്തിലുള്ളതായ ഒരു റിസോർട്ട്. അവിടുത്തെ പ്രവേശന ഫീസ് എത്രയാണെന്ന് നാം പരിശോധിക്കുമ്പോൾ $275 ലക്ഷം അവിടുത്തെ പ്രവേശന ഫീസായിട്ട് അവർ ഈടാക്കുന്നത്. തന്നെയുമല്ല, വാർഷികത്തിൽ ഓരോ വർഷം തോറും മെമ്പർഷിപ്പ് റിന്യൂവൽ ഫീസ് ഒക്കെയും അവിടെ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളതായ എക്സ്ക്ലൂസീവ് ക്ലബ്ബുകളിൽ ലോകത്തിൽ പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കും. ഓരോന്നിനും വ്യത്യസ്തമാർന്ന ഫീസും ഒക്കെയാണ് അവർ ഈടാക്കുന്നത്. പ്രിയമുള്ളവർ, അങ്ങനെയെങ്കിൽ ഈ റിസോർട്ടുകളിൽ വരുവാനും ഇപ്രകാരം ആകുവാനും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ ഒരു കൂട്ടായ്മ, ലോക ചരിത്രത്തിന്റെ ആരംഭം മുതൽ പ്രത്യാശയോടെ ദൈവത്തിന്റെ ജനം കാത്തു നിൽക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് സ്വർഗത്തിലെ ആ വലിയ കൂട്ടായ്മ. ആ വലിയ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുവാനും ചില മാനദണ്ഡങ്ങൾ വേദപുസ്തകം അനുശാസിക്കപ്പെടുന്നു. അപ്പോൾ അത്തരത്തിലുള്ളതായ മാനദണ്ഡം എന്താണ് എന്ന് നാം പരിശോധിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഒരുക്കമാണ്. ഹൃദയം പാപത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പാപത്തിൽ നിന്ന് ഹൃദയത്തെ നാം മാറ്റുകയും ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാനും വിശ്വാസത്തോടെ നിലനിൽക്കേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് ഇവിടെ വേദപുസ്തകം പരാമർശിക്കുന്നു. ഇതേ നാം വായിച്ച അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസിന്റെ ചരിത്രപ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ച് അപ്പോസ്തലന്മാരുടെ സാക്ഷി നൽകിക്കൊണ്ടിരിക്കെ ആ വചനം കേട്ടവർ അവരുടെ ഹൃദയം കുത്തുകൊണ്ടു. അവർ കുത്തുകൊണ്ടപ്പോൾ അവിടെ ഹൃദയം അവിടെ പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെട്ടപ്പോൾ അവർ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അതിന് പ്രത്യുത്തരമായി പത്രോസ് ഇങ്ങനെ സാക്ഷ്യപ്പെടുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണം. അതിൻ്റെ ആവശ്യകത എന്ത് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ വിശ്വസിച്ചു എന്നാണ് വേദപുസ്തകം സാക്ഷ്യപ്പെടുന്നത്. അപ്പോൾ ഈ വിശ്വാസത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നതായ അവസ്ഥ, പാപത്തെ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ പാപത്തെ ചൂണ്ടിക്കാണിക്കുന്ന അവസ്ഥ അനേകരുടെ ജീവിതത്തിൽ കാണപ്പെടുമെന്നൊക്കെ നമുക്ക് സാധിക്കും. എന്നാൽ ഇന്ന് നാം കാണുമ്പോൾ ഈ പാപത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ കുത്തുകൊള്ളുന്ന അവസ്ഥയിൽ അതിനെക്കുറിച്ച് അനുതപിക്കുന്നുണ്ട്. എന്നാൽ
ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മുഴു ഹൃദയത്തോടെ അടുത്തു വരുവാൻ കഴിയാതെ വണ്ണം സ്നാനമേൽക്കുവാൻ താല്പര്യമില്ലാത്ത ഒരു തലമുറയെ നമുക്ക് കാണാൻ സാധിക്കും. അവർ എന്തിൽ നിന്നോ അവർക്ക് താൽക്കാലികമായി ഒരു ആശ്വാസം ലഭിക്കണം എന്നുള്ള രീതിയിലാണ് ഇതൊക്കെയും കാണാൻ സാധിക്കും. അപ്പോൾ ഈ സ്നാനം എന്നാൽ എന്ത് എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. പാപത്താൽ മരിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് സ്നാനം. അപ്പോൾ ഈ അപ്പോസ്തലനായ പത്രോസിന്റെ ഈ ഒരു അനുഭവം ഇവിടെ സാക്ഷീകരിക്കെ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യം അവിടെ ഉറപ്പ് നൽകുകയാണ്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണമെന്ന്. അപ്പോ ക്രിസ്തുവിന്റെ ആ ശരീരത്തിന്റെ ഭാഗമായി തീരുന്നതിന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതായ ലോകത്തുള്ള ആ ക്ലബ്ബുകളിലെ പോലെ ഭീമമായ തുകയൊന്നും നൽകേണ്ടതില്ല. മാനസാന്തരപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിന്റെ വചനം കേട്ടുകൊണ്ട് വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വചനത്തിൽ നിലനിന്നുകൊണ്ട് ഹൃദയംഗമായ പരിശോധന ഏറ്റുകൊണ്ട് ക്രിസ്തുവിന്റെ വചനത്തെ സ്വീകരിച്ച് മാനസാന്തരത്തിന്റെ അനുഭവത്തോടു കൂടി സ്നാനപ്പെടാനാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. അപ്രകാരം സ്നാനപ്പെടുന്ന അവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോൾ മാത്രമേ സ്വർഗത്തിൽ ആ ഒരുക്കിയിരിക്കുന്ന ആ സ്വർണ്ണ തെരുവീതിയെങ്കിൽ പ്രത്യാശയോടെ നമുക്കും അവിടെ നിൽക്കുവാൻ തക്കവണ്ണം സാധ്യമാകുകയുള്ളൂ. ആ സ്നാനത്തിന്റെ അനുഭവം അത്ര പ്രായോഗികമായി കാരണം പാപത്തിൽ നിന്ന് മരിക്കുവാൻ അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് വേർപെട്ടതായ ഒരു ജീവിതം നിൽക്കുവാൻ പരിശുദ്ധാത്മ പ്രേരണയോടുകൂടി നിൽക്കുവാൻ ദൈവം നമ്മെ പ്രത്യാശയോടെ ഇവിടെ ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന്റെ വചനം അവിടെ സാക്ഷ്യപ്പെടുന്നത്, യോഹന്നാന്റെ സുവിശേഷം അവിടെ നമുക്ക് ഒരു പ്രത്യാശ നൽകുന്നത്, ക്രിസ്തു ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് സ്വർഗാരോഹണം ചെയ്തത്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നുള്ള വലിയ പ്രത്യാശയാണ് ക്രിസ്തു നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മെ ഏൽപ്പിച്ചതായ കർത്തവ്യം പാപത്തിനെ അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനം ധ്യാനിക്കുകയും പഠിക്കുകയും അതിൽ നിൽക്കുകയും നാം മാത്രമല്ല മറ്റനേകരെയും ക്രിസ്തുവിങ്കിലേക്ക് ആനയിക്കുവാനുമുള്ള വലിയ ഒരു സ്വർഗീയ വിളിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ ഒരു അനുഭവത്തിൽ നാം നിലനിൽക്കുമ്പോൾ ആ സ്വർണ്ണ തെരുവീതിയെങ്കിൽ നമുക്ക് നിൽക്കുവാൻ ദൈവം നമ്മെ അതിനായി ഒരുക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായി ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശബദിന്റെ പ്രഭാതയാമത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പാപത്തെക്കുറിച്ചുള്ളതായ ബോധ്യം ദൈവത്തിന്റെ വചനത്തിന്റെ ആ കേൾവി മൂലവും ആ കേൾവി വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തോടുകൂടി കർത്താവിന്റെ വചനത്തിൽ നിലനിൽക്കുവാനും പാപത്തെ അതിജീവിക്കുവാനും ക്രിസ്തുവിന്റെ വരവിനായി ഞങ്ങളും ഞങ്ങൾ ആദായപ്പെട്ടവരെയും ഒരുക്കുവാനതക്കവണ്ണം അവിടുത്തെ കൃപയും കരുണയും ഞങ്ങൾ ഏവരോടും കൂടെ ഇരുന്ന് ഈ വിശുദ്ധ ശബദിന്റെ അനുഭവത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വഴിയായി താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനയും അവിടുത്തെ മഹാദൈവം മൂലം കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം.